അഞ്ചു നേരം പ്രാർത്ഥനയിൽ ഒരു തേട്ടമേയുള്ളൂ. ഉമ്മാക്ക് മുൻപേ എൻ്റെ റൂഹ് പിടിക്കണം. ആ കണ്ണ് നനയ്ക്കാതങ്ങനെ എന്നും കാക്കേണം. ഉമ്മാൻ്റെ പൂമോനായി ഈ മണ്ണിൽ വാഴണം. ദുനിയാവിൽ എനിക്ക് റബ്ബ് തന്നൊരു ജന്നത്ത്. ഉമ്മ കരയുമ്പോൾ കൈത്താങ്ങേകി നിന്നൊരു നിയമത്ത്. വരികളൊക്കെ തെറ്റിക്കുന്നു. കുറേ കാലം ഞാൻ പാട്ട് പാടിയിട്ടുള്ള ആദ്യത്തെ പാട്ടാണ്. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ ഗൈസ്, നലമോളൊന്നും എന്താണ് നിങ്ങളോട് എന്ത് പറയാല്ല, അതായത് ഇൻട്രോ പറയാല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഓലെ വീട്ടിൽ പെരുന്നാൾ കൊള്ളാൻ പോയിക്കണേ. നമ്മളിപ്പോൾ നമ്മുടെ പെരയിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്ക് 2 പരിപാടികളൊന്ന് കുറ്റ്യാടി ഉണ്ട്, പിന്നെ അതുപോലെ ഒന്ന് മാനന്തവാടി ഉണ്ട്. നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് പോവുകയാണ്. ഞാൻ അമ്മാനോട് വിളിച്ച് നിങ്ങൾ വരില്ല ഉമ്മല്ലാന്ന് പറഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറ്റ്യാടി എന്ന് പറഞ്ഞ ഒരു പാർക്കിലേക്കാണ് പോകുന്നത്. മാനന്തവാടിക്ക് വേറൊരു ആവശ്യത്തിനാണ് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും കണ്ടിട്ട് ഉമ്മാനെ ടൂർ കൊണ്ടുപോയില്ല, ഉമ്മാനെ അത് കൊണ്ടുപോയില്ല എന്ന് പറയുന്നതിന് മുന്നേ ഞാനിത് എടുത്തു. നമ്മൾ ടൂറായിട്ടല്ല, നമ്മളൊരു പാർക്കിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റിനായിട്ട് പോവുകയാണ്. കുറ്റ്യാടി അടിപൊളി ഒരു പാർക്കുണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിന് പോവുകയാണ്. ഓക്കെ, അവിടെ നിന്ന് കാണാം ഇൻഷാ അല്ലാഹ്. അവിടെ എന്തായാലും ഇപ്പോൾ പെരുന്നാളായിട്ട് ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. നമ്മൾ ഇന്ന് എന്താ ആഴ്ചയാണ്? ഇന്ന് ബുധനാഴ്ച. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈവനിങ്ങിൽ ഞാൻ ഫാമിലി കുറ്റ്യാടി എന്ത് പാർക്കാണ് അത് ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞത്. കുറ്റ്യാടി ഒരു പാർക്കുണ്ട്, ആ JCB ഒക്കെ ഉള്ള പാർക്കിൻ്റെ പേരും കേട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും 2 ദിവസം ഈ പെരയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഗൈസ്. അപ്പോഴാണ് ഇത്രയൊന്നും വലിയ പെരയുടെ ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലായത്. ഓള് പിന്നെ വിരുന്നു പോയി, ഒരാള് അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇന്നലെങ്കിലും ഇവിടെ വരുന്നു വിചാരിച്ചു. ഇന്നലെ ഞാൻ ഉച്ചക്ക് വരെ ഇവിടെ എൻ്റെ ഏട്ടത്തി മക്കളൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് വൈകുന്നേരത്തെ ഒരു ഫോണൊന്നും ഇല്ല, എവിടെയെന്ന് ചോദിക്കണം. അപ്പം എനിക്ക് തോന്നി വരൂലാന്ന്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വൈകി വന്ന്. അങ്ങനെ 2 ദിവസം പെരുന്നാളായിട്ട് കഴിച്ച് ഞാൻ ഒറ്റക്കായിരുന്നു. നമ്മൾ എവിടേക്കും നീങ്ങില്ല, ഞാൻ ഈ പെരയിലൊക്കെ കടന്നുകൊണ്ട് ഉറങ്ങി. ഓക്കെ, അപ്പോൾ ഇന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും മുറ്റത്തിന് ഗ്ലാസ് ഇടണം എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. കാരണം നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഉള്ളിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളത് ക്ലിയർ ആക്കും ഇൻഷാ അല്ലാഹ്. നല്ല മഴ പറഞ്ഞാൽ പിടുത്തം വിട്ട മഴ. അത് മാത്രമല്ല, അടുക്കളയിലടക്കം ജനലിൻ്റെ ഉള്ളിൽ കൂടെ കട്ടിൽ ഏതിനൊക്കെ വെള്ളം വന്നിരിക്കണം. അത് ഏതിനൊക്കെ എന്നുള്ളതൊക്കെ നോക്കണം. കാരണം പുതിയ പെരയല്ലേ, ഏതിനൊക്കെയാണ് നമുക്ക് പിഴവുകളുള്ള വെച്ചാൽ ആ പിഴവുകളൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ ഇതാക്കണം. എന്താണെന്നറിയില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കാം. നല്ലൊരു മഴ ഇന്നലെയാണ് പെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ കുറച്ച് ഇത് കണ്ടായിരുന്നു. എനിക്ക് ഇതിനൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. കൂടുതൽ എന്താണ് പറയാനുള്ളത്? അല്ല, ഞാനിത് മൊത്തമായിട്ട് അടച്ചിടുന്ന പരിപാടി എനിക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് റിമോട്ട് കൺട്രോൾ ആക്കും ഇൻഷാ അല്ലാഹ്. കാരണം എന്താ വെച്ചാൽ മഴ ഇല്ലാത്ത ടൈമിൽ അത് തുറന്നിടാനുള്ള സെറ്റപ്പ്. അതായത് ഇപ്പോൾ ഫോണിലൊന്നും കയറി തുറക്കാൻ പറ്റാതെ ഇവിടുന്ന് തന്നെ തുറക്കുമ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ അതേ സിസ്റ്റം നമുക്ക് അവിടേക്ക് ആക്കണം. കാരണം ഇനി വരുന്നത് മഴക്കാലമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഇതാക്കൂട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും അത് ഞാൻ കാണിച്ചു തരാം അല്ലേ. ഇനി വേറെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്നാണ് തമിഴ്നാട് പോകേണ്ടത്? ഞാൻ ഇന്നലെ വിളിച്ചിട്ട് വരി, ഞങ്ങളെ മകളോട് ആക്കി തരാം. ഒരു 4 ദിവസം നിങ്ങളല്ലേ പറയാം 2ാം പെരുന്നാൾക്ക് എനിക്ക് പോണെന്ന്. ഇനി പോകണ്ടല്ലോ. ഇനി ചിലപ്പോഴേ പോകുള്ളൂ. ഓള് ഇങ്ങോട്ട് വരുമല്ലോ പെരുന്നാൾക്കോ? അല്ല, പെരുന്നാൾക്കല്ല, സ്കൂൾ എന്നാ കൂട്ടുക? സ്കൂൾ ഈ മാസം ലാസ്റ്റ് കൂട്ടും. ഓക്കെ, അപ്പം എന്തായാലും വരികയാണെങ്കിൽ വരട്ടെ. നമുക്കെന്തായാലും പോവുകയാണ്. ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. വിവരങ്ങളൊക്കെ ചോദിച്ചിട്ടാ പോകുള്ളൂ, ഇല്ലെങ്കിൽ പോയില്ല. മറ്റേതെന്താ മൂലേരെന്താ പറഞ്ഞോട്? മൂലേര് പറഞ്ഞത് 3-ാം തീയതി പറ്റൂല, 4-ഉം 5-ഉം ഏതാച്ചാ പറ്റുന്നല്ലേ.
അപ്പം എന്തായാലും ഇനി ആ ഒരു തീരുമാനം ഇവർ കാരണവന്മാരെടുത്തോട്ടെ അല്ലേ? കാരണം നമുക്ക് ഒറ്റക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല. ജോലിയോടൊക്കെ ഒന്ന് ചോദിക്കണം. അപ്പം എന്തായാലും വിളിച്ചു ചോദിച്ചിട്ട് ഏതാണ് ഡേറ്റ് എന്നുള്ളതൊക്കെ കൺഫേം ആക്കും. ഈ 3, 4, 5 ഉള്ള ട്രെയിന് ഞാനൊന്ന് നോക്കട്ടെ ഏതാണ്. ട്രെയിനിനാണ് മിക്കവാറും പോകേണ്ടാവുള്ളൂ. കാരണം നമുക്ക് ഇവിടുന്ന് കാറിൽ പോയാലും നമുക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ ഓൾക്ക് അത്രയും ദൂരം കാറിൽ ഇരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണണം അല്ലേ? പിന്നെ ആരാഴ്ച കൊണ്ടുപോകാനുള്ളതിലേക്ക് നിങ്ങൾ വിളിച്ചോളി. എന്നിട്ട് കറക്റ്റ് ഒരു എണ്ണ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും കേട്ടോ. ഗൈസ് നല്ല രാവിലെ തന്നെ നല്ലൊരു അട്ടപ്രഥമം പായസം കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്ന് കുടിക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. 2 ദിവസം ഗൈസ് ഞാനിവിടെ എനിക്ക് ഭക്ഷണമില്ല, പട്ടിണി അങ്ങനെ ചോറും കൂട്ടാനുമാണ്. 2 ദിവസം എനിക്ക് ഭക്ഷണമില്ല, ഒന്നുമില്ല. എല്ലാവരും വിരുന്ന് പോയിക്കാം. പെണ്ണുങ്ങളോട് നിന്നൂടായിരുന്നില്ലേ? അവിടെ നിന്നൂടായിരുന്നില്ലേന്ന് നിൽക്കൊക്കെ ചെയ്യാറുണ്ട്. പിന്നെന്താണ്, എന്തിനാ ഓടി? ഞാനിവിടെ ചെക്കന്മാരപ്പം എങ്ങനെയൊക്കെ തോന്നുന്നു വിചാരിച്ചു. നിജാസ് വിളിച്ചിട്ട് പറയാൻ ഓഫില് ഷർണൂരുണ്ട്, അന്തിക്ക് വിളിച്ചിട്ട് പറയാം. ഞാൻ പൊയ്ക്കാണ്. ഓൻ ചക്കന്മാരെ കൂടെ ഷർണൂരുണ്ട് ഇത്രയായിരുന്നു. ഞാൻ തന്നെ തിരിച്ചു പോകുന്നു. ഞാൻ എന്തായാലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാം. അലേഹല്ലാത്തോണ്ട് ഒരു സുഖമല്ലമ്മ. അലേഹല്ലാത്തോണ്ട് അലേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ പിന്നാലെ നടുക്കുണ്ടാവും, അല്ലെങ്കിൽ ഇതിനെ ഈ കാർപ്പറ്റിലോ അല്ലെങ്കിൽ അത് ഒരു നേരം പോക്ക് തന്നെയാണ് കേട്ടോ. അത് കാണാത്തതുകൊണ്ട് ആകെ അതാണ് ആകെ ഒരു ഇത് ഇറങ്ങിയത് ഗൈസ്. ഓക്കെ, പെരുന്നാളൊക്കെ അവിടെ നിൽക്കട്ടെ, ടൂറും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എല്ലാവരും ട്രിപ്പിലും ഇതൊക്കെ ആവും. ചിലവർ ട്രിപ്പ് പോകുന്നവരുണ്ടാവും, ചിലവർ പോകാത്തവരുണ്ടാവും. എന്തായാലും പോയവർക്കും പോകാത്തവർക്കൊക്കെ നമ്മുടെ വക ഒരിക്കൽ കൂടി ഈദ് മുബാറക്ക് പറയുകയാണ്. നമ്മുടെ പെരയിൽ കുറച്ച് ചേഞ്ചസുകൾ വരുത്താനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ചെടി നമുക്ക് ഉണങ്ങി പോയിട്ടുണ്ട്. ഉണങ്ങി പോയവർക്കാണ് എന്താണെന്ന് അറിയില്ല, ഉണങ്ങിയവർക്ക് തന്നെയാണ്. അപ്പോൾ ഇത് മാറ്റണം. പിന്നെ എന്താണ്, മഴയുടെ ഒരു ഇഷ്യൂ, നല്ല മഴ പെയ്താലൊരു ഇഷ്യൂ ഉണ്ട്, അത് റെഡിയാക്കണം. ഒക്കെ നമ്മൾ ചെയ്തിറക്കല്ല. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ തന്നെ എല്ലാ റെഡി നമ്മൾ പറയാനൊന്നും പറ്റൂല. നമുക്കതിനും പോരായ്മകളുണ്ടെങ്കിലും അതിൽ കുറവുകളുണ്ടെങ്കിലും നമ്മളത് പറയണം. കാരണം എന്താ വെച്ചാൽ ഇത് ആൾക്കാരറിഞ്ഞാൽ ഏതൊരു കുറച്ചിലാണെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു ഇതാണ്. അങ്ങനെയല്ല, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കണം. ചിലപ്പോൾ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം തന്നെ ഗ്ലാസ് ഇടാനുള്ള ഒരു ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ട് ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയണം. കാരണം നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ചുമരുമ്പോൾ കൂടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇന്നലെ ഇതിനൊക്കെ ഇങ്ങനെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് എന്തായാലും നമ്മൾ നല്ല മഴ പെയ്യുമ്പോൾ ഗ്ലാസ് ഇടാൻ, ചെറിയ ചാറലിനൊക്കെ നമുക്ക് തുറന്നിടാം, അതൊന്നും പ്രശ്നമല്ല അല്ലേ? ഉമ്മാൻ്റെ 2 പെൺമക്കളും പേരക്കുട്ടികളൊന്നും വന്നില്ല. ഒരു പെരുന്നാളും ഇല്ല. ഉമ്മ ആകെ ധർമ്മസങ്കടത്തിലാണ് കാശ്. പെരുന്നാളിനും ആളില്ല. നമ്മളോട് ആരുമില്ല, ആരും ദൂരൊക്കെ അടിച്ചത് മക്കളെ കെട്ടിച്ചവര് പെട്ടുപോയി. അങ്ങനെ പെട്ടുന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോ സുഖമായിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരാരെ ഓരോരോ ആണ്ടർത്തിക്ക് കുടിയിരിക്കത്തില്ലെങ്കിൽ പിന്നെ എന്താ സുഖം? ഞാൻ കണ്ട എന്ത് വെച്ചെങ്കിലും എന്റെ ഉമ്മാരി പാലിയത്തേക്കും പോകും. ഇതിപ്പോ ഒരിക്കൽ അങ്ങനെയും വരാൻ പറ്റില്ല. ഒരുത്തി പള്ളേരും ആയി, ഒരുത്തിക്ക് സ്കൂൾ കുട്ടികളും ആയി. അപ്പം ഉമ്മാക്ക് പെരുന്നാളില്ല. അപ്പം ഞാൻ ഉമ്മാനെ ടൂറിനായിട്ട് വിളിച്ചപ്പോൾ ഉമ്മ ടൂറിനും ഇല്ലാന്ന് പറയുന്നത് ഇല്ലേ? താല്പര്യമില്ല. പക്ഷെ ഞങ്ങളൊരു 18-ാം തീയതി ഞങ്ങളൊരു സർപ്രൈസ് ഉണ്ട് ഇൻഷാ അല്ലാ. അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ അല്ലേ? ആക്കാ പറയാ, വഴിയേ പറയാ. പിന്നെ ഞാനല്ലാതെ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. അങ്ങ് ഫ്ലൈറ്റ് നിങ്ങൾ ആദ്യമായിട്ടല്ല ഫ്ലൈറ്റ് കയറുന്നത്? ഉമ്മ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ സംഭവിച്ചത് എന്താണ് ഒക്കെ കാണാം, വഴിയെ കാണാം. ഫ്ലൈറ്റ് കയറിയിട്ടില്ലല്ലോ, അത് കയറുമ്പോൾ പൊന്തും. ഓക്കെ, അപ്പം എന്തായാലും നമ്മളെല്ലാം ഒരുമിച്ചൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ ഇൻഷാ അല്ലാ പറഞ്ഞു തരാം. അപ്പോൾ മേരക്കുട്ടികളും മക്കളൊന്നും ഇല്ലാത്ത ഒരു പെരുന്നാൾ അങ്ങനെ കടന്നു പോകുന്നു. കഴിഞ്ഞ പെരുന്നാളിന് പോലും വാപ്പയില്ല, മക്കളും ഇല്ല, കുട്ടികളും ഇല്ല, പിന്നെ ഞാനുള്ളത്. എന്ത്
നായ ദൂരമായിട്ട് എവിടെയും കാക്കും. ഞാൻ ഈ പെരയിലുണ്ടേനി. നിങ്ങളാണ് വന്നാലും ഞാൻ പിന്നെ അങ്ങോട്ടേ പോണ്ടേ. ഇന്ന് പോവില്ലേ? ഇന്ന് പോയിക്കോളി, ഇന്ന് പോയിക്കോളി. ഞാൻ എന്തായാലും ഇന്ന് വരില്ല, നാളെ വരും. എവിടക്കാ പോണ്? ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മളെ പെരുന്നാൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ കൊണ്ടുപോകാനിട്ടല്ലോ കേട്ടോ, വരാതെ ഞാൻ ഇവിടെ ഉമ്മാനെ കാത്തിട്ടാണ് ഇത്ര നേരം നിന്നത്. അതിനെ കൊണ്ടുപോകാച്ചിട്ട് ഞാൻ വന്നപ്പോ ഞാൻ ഇല്ല എന്നാണ്. പിന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. എന്നാ പോരെ, ഹോസ്പിറ്റലിൽ ഇറക്കി തരാം. അതില് ഞാൻ എനിക്ക് കാണിക്കണം. തൃക്കടിയിൽ പോവാ, ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ ഇവിടെ ഇറക്കി തരാം. ഞാനൊക്കെ കുര പിടിച്ചാണ് ലക്ഷദ്വീപിന്റെ മുമ്പ് എനിക്ക് കുര പിടിച്ച് ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. അതും വെച്ചിട്ടായി നടക്കുന്നത് ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ പെരുന്നാളും വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ. ആളുണ്ടെങ്കിൽ മാത്രമേ പെരുന്നാളിന് ചൊവ്വുള്ളൂ എന്ന് പറഞ്ഞ മാതിരിയാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ എന്ത് പെരുന്നാൾ, അല്ലാതെ ഇവിടേക്ക് ടൂർ പോയാലും നമ്മുടെ പെരയിൽ ആ പെരുന്നാൾ ദിവസം കൂടുന്നതും ആ സംസാരിക്കുന്നതും ആ വിശേഷങ്ങൾ പങ്കിടുന്നതും ആ ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കലൊക്കെ ഇല്ലാത്തടത്തോളം കാലം ഒരു പെരുന്നാൾ നമുക്ക് കൊള്ളാൻ കഴിയൂല. അങ്ങനെ തന്നെയാണ്. എത്ര എത്ര ഒറ്റക്ക് താമസിച്ചാലും ഇതാക്കി കഴിഞ്ഞാലും ആ ഒരു കൂട്ടുകുടുംബത്തിന്റെ ആ ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ച് തന്നെ അറിയണം. അത് കിട്ടാതാവുമ്പോഴാണ് നമുക്ക് അതിന്റെ വില കൂടുതലായിട്ട് അറിയാൻ പറ്റില്ല. കണ്ണുണ്ടെങ്കിൽ ആ കണ്ണിന്റെ വില അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ ആൾക്കാർ കൊഴിഞ്ഞു പോകുമ്പോൾ ആ കൊഴിഞ്ഞു പോയ ഒരു ഭാഗം എപ്പോഴും നമുക്ക് ശൂന്യമാണ് ഗൈസ്. അവിടെ വേറൊരാൾ നമ്മൾ പകരം വെക്കാൻ ഒരാളുണ്ടാവില്ല. അതെന്ത് തന്നെ നമ്മൾ കാട്ടി കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം എന്തായാലും നമ്മുടെ പ്രാവശ്യത്തെ പെരുന്നാൾ ഇങ്ങനെയാണ്. ഉമ്മ പറഞ്ഞൊന്നും ആരും കാര്യമാക്കണ്ട. മക്കളെ ദൂരത്തേക്ക് കെട്ടിച്ചാലും അവരാര് എങ്ങനെയെങ്കിലും പറ്റുന്ന രീതിക്കാണെങ്കിലും സ്വന്തം തള്ളടുത്തേക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വരാൻ നോക്കാം. ഒരു ദിവസം വന്ന് നിൽക്കാൻ നോക്കത് പറയും മക്കളൊന്നും വരാനിട്ടാണോ എന്നല്ല, ഓല് വരാനിട്ടല്ല, ഓൽക്ക് സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അതായത് ഒരാൾ ഗർഭിണിയാണ്, ഒരാൾ മക്കൾക്ക് സ്കൂളും പരീക്ഷയും കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഗ്യാപ്പിൽ നിങ്ങളൊരു ദിവസം വരാൻ കാണുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, എന്തായാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ഈദ് എല്ലാവർക്കും ബൈ.